സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ വടക്കൻ ജില്ലകളിൽ ചൂട് കൂടുകയാണോ എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. അശ്വിൻ തുടരുന്നുണ്ട്. അശ്വിൻ, എന്താണ് കാലാവസ്ഥയുടെ സ്ഥിതി? റോഷ്നി, ചെറിയ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരാനുള്ള സാധ്യതകൾ തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ചെറിയ ഒരു മഴയായിരിക്കും, വലിയ രീതിയിലുള്ള മഴ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എങ്കിലും താപനില കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഴയായിരിക്കില്ല. ഇടവേളകളിൽ ഇടവിട്ട് മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചാറ്റൽ മഴ പോലുള്ളവയാണ് പ്രതീക്ഷിക്കുന്നതും. പ്രത്യേകിച്ച് ഈ മധ്യ വടക്കൻ ജില്ലകളിലാണ് ഈ മഴ പ്രതീക്ഷിക്കുന്നതും. ചിലയിടങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴത്തെ ഈ ഒരു ചൂട് അതിനെ ശമിപ്പിക്കാനുള്ള രീതിയിലേക്കുള്ള മഴ ലഭിക്കില്ലെങ്കിൽ പോലും ഒരു നേരിയ ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ തെക്കൻ ജില്ലകളിൽ, വടക്കൻ ജില്ലകളിൽ അടക്കം താപനില ഉയരാനുള്ള ഒരു സാധ്യത കൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലൊക്കെ ഏതാണ്ട് 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് ഈ വടക്കൻ ജില്ലകളിലൊക്കെ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുൻകരുതലുകൾ ഈ ജില്ലയിൽ ഉള്ള ആളുകൾ പ്രത്യേകം സ്വീകരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നേരത്തെ 11 മണി മുതൽ 3 മണി വരെ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാൻ പാടില്ല എന്നതായിരുന്നു നിർദ്ദേശം. പക്ഷേ ഇപ്പോൾ സമയം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 10 മണി മുതൽ 3 മണി വരെ ആരും നേരിട്ട് ഈ സൂര്യരശ്മികൾ ദേഹത്തേക്ക് അടിക്കുന്ന രീതിയിൽ വെയിൽ കൊള്ളാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം. നിർജ്ജലീകരണം ഒഴിവാക്കാൻ വെള്ളം കൃത്യമായി തന്നെ കുടിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ ഇടുക. കഴിവതും ഈ ഉച്ച സമയങ്ങളിൽ, അതായത് ഒരു 11 മണി മുതൽ 3 മണി വരെ അല്ലെങ്കിൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ അധികം പുറത്തിറങ്ങാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. പുറത്തിറങ്ങിയാൽ തന്നെ ഈ വെയിലിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഒരു കുട കയ്യിൽ കരുതുക. അങ്ങനെ മുൻകരുതലുകളെല്ലാം സ്വീകരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫയർ ഓഡിറ്റ് നടത്തണം എന്നുള്ളതാണ്. കാരണം ഈ ചൂട് വർദ്ധിക്കുമ്പോൾ പലയിടങ്ങളിലും ഈ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തീപിടുത്ത സാധ്യതയുള്ള മേഖലയിൽ, പ്രത്യേകിച്ചും ഈ വനമേഖലയോട് താമസിക്കുന്ന ആളുകൾ പ്രത്യേക ജാഗ്രത കരുതേണ്ടതാണ്. കാരണം കാട്ടുതീ പടരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ പൂട്ടി കിടക്കുന്ന ഗോഡൗണുകൾ അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഗോഡൗണുകളിലൊക്കെ ഫയർ ഓഡിറ്റ് കൃത്യമായി നടത്തണം. കാരണം അവിടെയൊക്കെ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഈ ചൂട് കൂടുന്നതോടുകൂടി ഉണ്ടാകുന്ന ഈ താപനില ഉയരുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സജ്ജീകരിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ ചൂടിലൊക്കെ വലഞ്ഞിരിക്കുന്ന നമ്മൾക്ക് ഈ വളരെ ആശ്വാസകരമായൊരു വാർത്തയാണ് വരുന്നത്. ഈ മധ്യ തെക്കൻ കേരളത്തിലാണ് മഴ സാധ്യതയുള്ളത്.